ഞാനൊരു വെജിറ്റബിൾ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നേ. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 കിഴങ്ങ് കണ്ടില്ലേ, 4 കിഴങ്ങുണ്ടേ, 4 കിഴങ്ങുണ്ട്. അത് ഞാൻ 2-ആയിട്ട് കഷ്ണിച്ച് പിന്നെ ആ കഷ്ണം ഒന്നുകൂടെ കണ്ടിച്ചിട്ടുണ്ട്. 4 എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. കാര്യം അല്ലെങ്കിൽ പിന്നെ കുറേ നേരം പ്രഷർ കുക്കർ ചെയ്യണം, ഇതൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 4ആയിട്ട് കണ്ടിച്ചിട്ട് വേവിക്കാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം, അടുപ്പി വെക്കേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, ഇത് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു ഇതിൻ്റെ മാവ് വേണ്ടേ, അത് കുഴയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1 കപ്പ് മൈദ, അതേ അളവിൽ ആ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ അയമോദകം അതും ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പപ്സിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, മാവിന് വേണ്ടിയിട്ടുള്ള. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണേ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണിനേക്കാൾ ഇച്ചിരി കൂടെ വരുന്നതിന് 2 ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ച് നോക്കാം. നല്ല എണ്ണയും ഈ ഉപ്പും അയമോദവും മാവും ഒക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കണം. നമ്മുടെ കൈക്ക് പിടിക്കുമ്പോൾ ഒരു പിടി പോലെ ഇങ്ങനെ ഇരിക്കും, അത് പൊടിയത്തില്ല. ആ പരുവാകുമ്പം നമുക്ക് നിർത്താം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. ഇപ്പം നമുക്കിതിനകത്ത് ഞാൻ നോക്കട്ടെ, കണ്ടില്ലേ, ഇതില്ല. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കറക്റ്റ് പരുവം. ഇനി എണ്ണ ഒഴിക്കണ്ട. ഇനി ഇതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കേ. വെള്ളം ഒരുമിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല കുഴച്ചെടുക്കേ. ഒരു ചപ്പാത്തിയുടെ പരുവാകുന്നവരെയും കുഴയ്ക്കുക. ചപ്പാത്തി കുഴയ്ക്കുന്ന കണക്ക് കുഴച്ചെടുക്കുക, വെള്ളം അധികമായി പോരുത്. നമ്മളെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടേ. ചപ്പാത്തി കുഴയ്ക്കുന്ന ആ പരുവല്ലേ, അതിനേക്കാളും ഒത്തിരി ആ പരുവം തന്നെ, ഇത്തിരി അങ്ങ് വെള്ളമയമാവുന്നേ ഉള്ളൂ. ലൂസായിട്ട് കുഴക്കരുത്, ഇച്ചിരി ഒരു കട്ടി. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കേ. ഇനി മസാല റെഡിയാവുന്ന ആ സമയം കൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി മസാല റെഡിയാക്കേ. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചു. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇത് സൺഫ്ലവർ ഓയിലേ. ഇതിലോട്ട് നല്ല ചൂടായ വലിയൊരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചേക്കേ. പിന്നെ 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ.
ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇത് വഴന്ന് വരുന്ന കണക്ക് എൻ്റെ കയ്യിൽ കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നേ. അത് ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിനകത്തൊന്ന് ചതച്ചെടുക്കുക. ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. സോസണേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോഴത്തേക്ക് ഞാൻ ഈ കോണില്ലേ അതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ടേ. അതിനകത്ത് ഈ ഇപ്പം ചതച്ചുകൊണ്ട് വന്ന കോണില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ചതയേ ചെയ്യാവുള്ളേ. ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം മലക്കറി വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലേ. ഈ കിഴങ്ങ് ഉള്ളിയും ഈ കോണും മാത്രമേ ഉള്ളേ. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അധികം വേവില്ല, ഒന്ന് വഴന്നോട്ടെ. ഇനി നമ്മുടെ കിഴങ്ങിൻ്റെ അന്ന് തൊലിയൊക്കെ മാറ്റാൻ എളുപ്പമേ. ഇങ്ങനെ നാലായിട്ട് കണ്ടിച്ചിട്ടേക്കുമല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റേ. തീ കുറച്ചിട്ട് കൊടുക്കും. ഉപ്പിട്ടിട്ടില്ല, അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കിഴങ്ങിൻ്റെ ഈ തൊലിയൊക്കെ എടുക്കേ. എന്താ നല്ല ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ചെറിയൊരു ചൂടുണ്ട്. നമ്മുടെ കിഴങ്ങൊന്ന് പൊടിക്കേ. നമ്മുടെ കിഴങ്ങെല്ലാം നല്ലപോലെ പൊടിച്ചെടുത്ത് ഇനി ഇത് ആ മിക്സിലോട്ട് ചേർക്കാം. ആ കൂട്ടിലോട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലേ, മസാലയും ചേർത്തിട്ടില്ല. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം.
ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. ഇനി ഇത് ഞാൻ തീരെ കുറച്ചിട്ടേക്കുക. മസാല ഒന്ന് ചൂടായാൽ മതി. നമുക്ക് അണച്ചിടേ. ഇനി അടുത്തത് മാവ് എടുക്കാം. മതിയേ. ഇവിടെ കിടക്കട്ടെ, ഇരിക്കട്ടെ. ഇനി നമ്മുടെ മസാല റെഡി ആയില്ലേ? ഇനി മാവിൻ്റെ പണിയേ. അപ്പം നല്ല സോഫ്റ്റായി മാവ് കണ്ടോ. ചപ്പാത്തിയുടെ അതേ രീതിയിൽ പരത്തിയാൽ കുഴച്ചാൽ മതിയേ. ഒരു നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ലൂസായിട്ടൊന്നും കുഴക്കല്ലേ. നമുക്ക് കുറച്ച് പൊടി ഇവിടെ തൂവേ. നമ്മുടെ മാവുകൾ ഓരോ ഉണ്ടയായിട്ടെടുക്കാം. ഇനി അങ്ങോട്ട് ഇട്ടിട്ട് ഇതിൽ നിന്ന് ഓരോ ഉണ്ടയെടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് തന്നെ പരത്താം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തണേ. നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് പൊടി ഇതിനകത്തുനിന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് ഈ പരത്തി വെച്ചേക്കുന്ന മാവില്ലേ അതിങ്ങോട്ട് വെക്കുക. അടുത്തതും പരത്തുക. നമ്മുടെ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി വെച്ചേക്കുന്നില്ലേ അതിൻ്റെ പുറത്ത് കുറച്ച് മാവ് തൂവി കൊടുക്കാൻ. എന്നിട്ട് ഇപ്പം ഈ പരത്തി വെച്ചേക്കുന്നില്ലേ അതെടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്ത് വെക്കേ. ഇനി അടുത്തതും പരത്താം. ഇതുപോലെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേ. ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേ. ഇനി ഇതിനകത്ത് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ചപ്പാത്തി ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കേ. ഇതിനകത്തും ആദ്യം ചെയ്ത കണക്ക് സെയിം പ്രോസസ്സ് തന്നെ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അതുപോലെ തന്നെ എണ്ണ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മാവും ഇതിൻ്റെ പുറത്ത് കുറച്ചിട്ട് കൊടുക്കാം. മാവ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കി ചപ്പാത്തി കൂടെ നമുക്ക് നമ്മുടെ ചപ്പാത്തി മൊത്തം ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി വെച്ചേ. ഇനി ഇത്
ഒന്ന് ചുരുട്ടെ. ഇവിടെയും കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തില്ല. ഞാനത് ഇത് പുറത്തും കൂടെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ ചുരുട്ടാം നമുക്ക്. ആദ്യം അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കല്ലേ, അതൊക്കെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഒരു 5-6 ചപ്പാത്തി ഉണ്ടായിരുന്നേ. കുറച്ച് പൊടി ഇട്ട് കൊടുക്കേ. എന്നിട്ട് ഈ കഷ്ണം വെച്ചേക്കുന്നത് അത് കൈ കൊണ്ട് ഇങ്ങനെ നമർത്താം. ഇനി ഇങ്ങനെ പരത്തേ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ ഫില്ലിങ്സ് ഇതില്ലേ ഈ മസാല ഇത് വെച്ചിട്ട് ശകലം വെള്ളം ഇതിൻ്റെ ചുറ്റും ഞാൻ തടവി കൊടുക്കെ. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. അടുത്തതും എടുക്കേ. ഇനി ഇതും നമുക്ക് സൈഡ് ഇതുപോലെ വെട്ടാം. 4 സൈഡും വെട്ടാം. ഈ മസാലക്കൂട്ട് ഇതുപോലെ തന്നെ നാല് ചുറ്റും വെള്ളം തേച്ച് കൊടുക്കേ. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ എണ്ണയിലിട്ടിട്ട് വരുമ്പോഴേ അങ്ങനെ ഈ വെള്ളം തറയി കൊടുക്കുന്ന ഒട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ബാക്കി എല്ലാം കൂടെ ഇതുപോലെ എടുക്കാം. നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഓരോ പപ്സായിട്ട് ഇട്ട് കൊടുക്കേ. ഇതിട്ട് കൊടുത്തിട്ട് തീ കുറയ്ക്കാം.
ഞാൻ അതിൻ്റെ പുറത്ത് ഇട്ട കോരി കോരി ഒഴിക്കണേ. തീ കുറയ്ക്കേ. അടുത്തത് ഇട്ട് കൊടുക്കേ. 2 എണ്ണം പറ്റും. അടുത്ത പപ്സ് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ടുണ്ടേ. ഇത് നമുക്കെടുക്കാം. ഇങ്ങനത്തെ ഇട്ട് കൊടുക്കാം. ഇതൊന്നുകൂടെ മൂക്കട്ടെ. ഇനി നമ്മുടെ ലാസ്റ്റ് പപ്സും എടുക്കേ. തീ അങ്ങ് ഓഫാക്കാം. കണ്ടില്ലേ, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പപ്സ് റെഡിയായി. ചൂടാണത്, നല്ല ക്രിസ്പി ഉണ്ടോ, പൊട്ടിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അടിപൊളി വെജിറ്റബിൾ പപ്സാണ്. അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടല്ലേ, എല്ലാം നല്ല ക്രിസ്പിയാണ്. ഉണ്ടാ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കുന്നത് നോക്കേ. കേട്ടാ, പൊടിഞ്ഞ് 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 പോകും. കണ്ടാ, അടിപൊളി സാധനം. എല്ലാം പൊടിച്ച് ഞാൻ. ഓക്കെ, അപ്പോൾ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ വായിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്.